ഒട്ടുമിക്ക എല്ലാ സൺഡേ ഈവനിങ്ങും ഞാൻ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ ദിവസവും ഒരുപോലെ ആയതുകൊണ്ട് മടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട് ഞാൻ നാട് വിടാൻ പോവാന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്, നീ എവിടെ പോകാനാ, ഏറിപ്പോയാൽ തിക്കോടി ബീച്ച് വരെയല്ലേ എന്ന്. ശരിയാണ് കേട്ടോ, എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നാണിത്. കോഴിക്കോട് ഒരുപാട് ബീച്ചുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടവും സമാധാനവും കിട്ടുന്ന ഇവിടുന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ കരയും കടലും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ടാവും. എത്ര വാഹനങ്ങളും ആളുകളുണ്ടായാലും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവും. പിന്നെ ഇന്നിങ്ങോട്ട് വന്നതിനൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പറ്റിയ 2 ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. 4 ആൾ കൂടുന്ന സ്ഥലത്തുനിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഇൻട്രോവേർട്ടായി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള നഗ്നസത്യം ഞാൻ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നു. ഫോട്ടോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും എനിക്കും എൻ്റെ കൂടെ വന്ന ഇവൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും അവൾ ഫുൾ ഡെഡിക്കേഷനില്ല. വന്നതല്ലേ, എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ മെയിൻ പടി നാട്ടിലില്ലാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഇവളാണ് എൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ. എൻ്റെ തറവാട്ടിൽ ആകെയുള്ള 2 പെൺതരികൾ അത് ഞങ്ങളാട്ടോ. ബാക്കി മൊത്തം ബ്രദേഴ്സാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഉടായ്പ പരിപാടിക്ക് ഇവക്ക് ഞാനും എനിക്കവളും. അംഗസംഖ്യ കുറവാണെങ്കിലും വോയിസ് ഞങ്ങൾക്കാണ് കേട്ടോ കൂടുതൽ. അങ്ങനെ 2 ചായയൊക്കെ കഴിച്ച് സന്ധ്യയായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നാളെ ജോലിക്ക് പോകണമല്ലോ എന്നാലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം വെച്ചാൽ ബാക്കി മൊത്തം ഞങ്ങൾ ഹാപ്പി ആട്ടോ.